ശിവപ്രസാദ് ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് അതിസമ്പന്ന യോഗമുള്ള 5 നക്ഷത്രങ്ങളെ പറ്റിയാണ്. ഉത്രം, ആയില്യം, പൂയം, പൂരം, മകം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ. ഇവർ കൂടുതലായിട്ട് നാഗദൈവങ്ങളെ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുക. കഴിവതും നാഗപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ ആയില്യം നാളിൽ വിളക്ക് വയ്ക്കുന്നത് ഉത്തമമായിരിക്കും ഈ നാളുകാർ. പിന്നെ അതുപോലെ അടുത്ത ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ആയില്യ പൂജ നടത്തുക. പിന്നെ ആയില്യ പൂജയിൽ ഭഗവാനോട് പൂജ നടക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞളും പാലും പഴവും ഒക്കെ നാഗദൈവങ്ങളെ സങ്കല്പിച്ച് വാങ്ങിക്കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. ആയില്യ പൂജയിൽ കഴിവതും ആയില്യ പൂജയുടെ പ്രസാദം മേടിക്കാനും ശ്രമിക്കുക. ആ പൂജയിൽ പങ്കെടുത്ത് അതിൽ നിന്ന് പ്രസാദം മേടിക്കാനും ഈ നാളുകാർ ശ്രമിക്കുക. ഇവർക്ക് അതിസമ്പന്ന യോഗമാണ് ഇതിലൂടെ പ്രാപ്തമാകുന്ന കാര്യം. നാഗദൈവങ്ങളുടെ പ്രത്യേക അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളാണ് ഈ 5 നക്ഷത്രക്കാർ. അതോടൊപ്പം തന്നെ ഇവർ ആയില്യം നാളിൽ കഴിവതും മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ മന്ത്രവും കൂടി ജപിച്ചാൽ അവർക്ക് അത്യുത്തമമായിരിക്കും. ആ മന്ത്രം ഇതാണ്: ഓം നാഗേശ്വരായ സുരബാലായ ശോഭഹന്ദ്രേ മഹാബലായ അഷ്ട നാഗരാജ പ്രമുഖ വിശ്വാത്മനി നാഗേശ്വരായ നമ. ഒന്നുകൂടെ പറയാം മന്ത്രം: ഓം നാഗേശ്വരായ സുരബാലായ ശോകഹന്ദ്രേ മഹാബലായ അഷ്ട നാഗരാജ പ്രമുഖ വിശ്വാത്മനി നാഗേശ്വരായ നമ എന്ന മന്ത്രം നമ്മൾ ആ ആയില്യം നാളിൽ എന്നും ജപിക്കുന്ന ഉത്തമമായിരിക്കും ഈ നാളുകാർ. പിന്നെ കഴിവതും അന്ന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കഴിവതും ആയില്യം നാളിലെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ മന്ത്രം ഈ 5 നാളുകാർ കഴിവതും ആയില്യം നാളിൽ ജപിക്കുക. അതുപോലെ മറ്റു നാളുകാർക്ക് ജപിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല, ആയില്യ പൂജ നടത്തുന്നതുകൊണ്ടും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇവർക്ക് ഫലം കൂടുതലായിരിക്കും. അതിസമ്പന്ന യോഗമാണ് അതിൻ്റെ നാഗപ്രീതി വരുത്തുന്നതുകൊണ്ടുള്ള ഫലം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.